ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് റിക്വസ്റ്റ് ഉള്ള റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. 3 റെസിപ്പീസ് ഉണ്ട്, 3 സ്വീറ്റ്സ് റെസിപ്പീസാണ്. അത് നമുക്ക് ഒരു ദിവസം മുമ്പൊക്കെ തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന സ്വീറ്റ്സാണ്. അതുപോലെ തന്നെ 3 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള കിഡിലൻ സ്വീറ്റ്സാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്വീറ്റ്സ് വ്ളോഗിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ സ്വീറ്റ്സ് റെസിപ്പീസിലേക്ക് പോവാം. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മൈദ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഈ ഒരു സ്വീറ്റ് നമ്മൾ ബേക്കറിയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ കൂടുതലും മൈദയാണ് ചേർക്കുന്നത്, കുറച്ച് മാത്രം പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വീറ്റ് പാൽപ്പൊടി മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് നെയ്യാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പേര് മൈദ ബർഫിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് 1/4 കപ്പ് നെയ്യ് മെൽറ്റായ ശേഷം അതിലേക്ക് ഒരു 3/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യിൽ ഈ മൈദ നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വരണം, വളരെ ഡ്രൈ ആക്കി എടുക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം. എന്നിട്ട് നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ പാനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് തുടച്ചെടുക്കണം. അപ്പം ഞാനൊരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് കഴുകി എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വേറെ പാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. 1 കപ്പിൽ കുറച്ച് കുറവ് എടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയെടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളയ്ക്കുക മാത്രമല്ല, ഒരു നൂൽ പരുവമായി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നൂൽ പരുവം ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു നൂൽ പരുവാവാൻ ഒരു 2-3-4 മിനിറ്റ് പിടിക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ സ്വീറ്റ് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കാം. അപ്പം ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുക്കാം. അത് നന്നായിട്ട് നെയ്യ് തടവി വെക്കണം കേട്ടോ, അത് മസ്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു നൂൽ പരുവം ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ്. അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട്, കൈ പൊള്ളാതെ നോക്കാം, കുറച്ച് ഇതുപോലെ സ്പൂണിലെടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് അമർത്തി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെ വരുന്നുണ്ടെങ്കിൽ ഒരു നൂൽ പരുവായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ കൂടുതൽ നേരം നമ്മൾ തിളപ്പിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർക്ക് റോസ് വാട്ടർ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഈ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയും നെയ്യും കൂടി ചേർത്തുള്ള മിക്സ്ചർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത പാടന്നെ നമ്മൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട കുത്താൻ പാടില്ല, പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പല സ്വീറ്റ്സിനും പല ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസിയാണ്. അതായത് ഈ പഞ്ചസാര പാനിയുടെ പരുവം ശരിയായി കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു സ്വീറ്റ് നന്നാവില്ല. അപ്പോൾ ഈ ഒരു സ്വീറ്റിന് നമുക്ക് വേണ്ടത് ഒരു നൂൽ പരുവമാണ് കേട്ടോ. അപ്പോൾ മൈദ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. പാൽപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്വീറ്റ് പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് പാൽപ്പൊടി നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു മൈദയുടെ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പാൽപ്പൊടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവം ആയിട്ട് വരണം. എന്നാലേ നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നേരം വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ നെയ്യ് തടവിയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് അതിലിരുന്നിട്ട് സെറ്റാവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ പാനിലേക്ക്, നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് മാറ്റി വയ്ക്കുക.
പിന്നെ നമ്മൾ ഇത് റെഡിയായി കഴിഞ്ഞിട്ട് പാന് ശരിയാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലൊരു ചെറിയ നനവുള്ളൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ വേഗം അതിന് മുകളിൽ ഇനി നട്ട്സ് ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് ബദാം സ്ലൈസ് ചെയ്താണത്, അതൊന്ന് ഇട്ട് കൊടുക്കുക. ചൂടോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇടാൻ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ഇത് സെറ്റാവും. പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു സംഭവമാട്ടോ ഈ ഒരു സ്വീറ്റ്. ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ ഇത് നട്ട്സൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ആ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നമ്മളൊരു സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ശരിയായി കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, മാറ്റണ്ട, അത് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഹാർഡാണെന്ന്, പക്ഷെ ഒട്ടും ഹാർഡല്ല, ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ നന്നായിട്ട് സെറ്റാവും, അത് ഉറപ്പാണ്. നമ്മൾ ആ ഒരു പരുവം ശരിയാവുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റാവും. പിന്നെ ഈ ഒരു സ്വീറ്റ് നിങ്ങൾ ബേക്കറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. ആ ഒരു സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറഞ്ഞ ചേരുവ വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. പിന്നെ ഇത് ഒരു 5-6 ദിവസം നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാനും പറ്റും. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മളിതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നുള്ളൂ. എന്നിട്ട് പോലും നല്ലൊരു പാൽപ്പൊടിൻ്റെ ഫ്ലേവറാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ റോസ് വാട്ടർ ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഏലക്കപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വീറ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മൈദപ്പൊടി കൊണ്ടുള്ള നല്ലൊരു ബർഫിയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്വീറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ സ്വീറ്റ് സേമിയ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. വെറും 3 ചേരുവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സേമിയ സ്വീറ്റാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇത് ഞാൻ മുമ്പ് ബ്ലോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വളരെ നേരിയ സേമിയാണ് എടുക്കുന്നത്. ഒരു 200-250 ഗ്രാമോളം വരുന്ന സേമിയാണ് കേട്ടോ. അപ്പം സേമിയയുടെ കറക്റ്റ് മെഷർമെൻറ്റിന് എടുക്കുക. ഞാൻ ഗ്രാമിലാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം വരുന്നുണ്ട്. വളരെ മെലിഞ്ഞ സേമിയ എടുക്കണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക. നമ്മൾ ബ്ലെൻഡറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ഇല്ല ഉള്ളവർ പേടിക്കേണ്ട, ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒരു 100 ഗ്രാം നെയ്യ് ചേർത്ത് കൊടുക്കണം. ഒരു 250 ഗ്രാം സേമിയയിലേക്കാണ് കേട്ടോ നമ്മൾ 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായ ശേഷം അതിലേക്ക് നമുക്ക് ഈ സേമിയ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സേമിയയ്ക്ക് അനുസരിച്ചിട്ട് വേണം ബട്ടർ എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം വേണമെങ്കിൽ കുറച്ച് ബട്ടർ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ബട്ടർ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഒരുപാട് ബട്ടർ ഒരുമിച്ചിട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അത് മാറ്റാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഈ സേമിയ ഈ ബട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സേമിയ ഒരു റോസ്റ്റഡ് സേമിയ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ കളറ് മാറുന്ന വരെ ഈ ബട്ടറിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ ആ സേമിയയുടെ ആ ഒരു പച്ചച്ചവ മാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതാ ഇത്രയും ബട്ടർ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. അത് വേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ബട്ടർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴും ഭയങ്കരമായിട്ട് മടുപ്പ് വരും. അപ്പോൾ അത്യാവശ്യം റോസ്റ്റ് ചെയ്ത ശേഷം വേണം ഒഴിവാക്കാൻ കേട്ടോ. അപ്പോൾ ബട്ടറും നമ്മുടെ സേമിയയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1/2 കപ്പൊക്കെ മതി, ഒരുപാട് വേണ്ട. അപ്പോൾ നല്ലോണം മധുരമാകും നമ്മുടെ ഈ ഒരു സ്വീറ്റ്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അഥവാ ഇനി കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും വേണം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റരുത്. നമ്മൾ ഈ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവം ഉണ്ടാവുമല്ലോ, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് ഈ സേമിയയിൽ പിടിച്ചിട്ട് നമ്മുടെ പാനിലൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ വേണം നമുക്കത് വേറൊരു ബൗളിലേക്ക് മാറ്റാൻ, ഫ്ലെയിം ഓഫ് ചെയ്യാൻ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാലേ സേമിയ ചെറുതായിട്ടൊന്നും കുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.
പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് സെറ്റാക്കാൻ വെക്കും വേണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇത് ഒന്ന് പരത്തി അതിൽ സെറ്റാക്കാൻ വെക്കാം. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്പൂണോ കുഴിയുള്ള സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഷേപ്പ് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എടുത്ത് മാറ്റാം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ആ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ബദാമും ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് അങ്ങനെ വെച്ചിട്ട് കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല. അതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഇതെല്ലാം ചൂടോട് കൂടി തന്നെ ചെയ്യണം കേട്ടോ. ചൂടാറാൻ കാത്തിക്കരുത്. വല്ലാണ്ട് ചൂടൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു മിക്സ്ചർ. കൈ പൊള്ളുന്ന ചൂടൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് അത് ഉറച്ചു പോകും. അപ്പോൾ ഇത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളിതുപോലെ എടുത്ത് മാറ്റുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പാണ്. അതുപോലെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്നൊരു സ്വീറ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. സേമിയയും കണ്ടൻസ്ഡ് മിൽക്കും നെയ്യും മാത്രം മതിയാകും ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ കുറച്ചുകൂടെ ഈ സേമിയയുടെ മിക്സ്ചർ വെച്ച് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നട്ട്സിൻ്റെ ഫില്ലിങ്ങും കൂടി കിട്ടും. നമ്മളെ വ്യൂവേഴ്സ് എപ്പോഴും ചോദിക്കുന്നതാണ് ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ്സ് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി സ്വീറ്റാണ്. ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന കിടിലൻ സ്വീറ്റ് തന്നെയാണ്. ഒരാഴ്ചയൊക്കെ നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പായിട്ടുള്ള നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിത് എങ്ങനെയുണ്ടെന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ പുറമേ നമ്മൾ ഭയങ്കര ക്രിസ്പാണെന്ന് തോന്നിയെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുമ്പേ ഉണ്ടാക്കി വെക്കുകയാണ്. എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്വീറ്റിലേക്ക് പോവാം. അടുത്ത സ്വീറ്റ് കൊക്കോ പൗഡർ വെച്ചിട്ടുള്ളൊരു സ്വീറ്റാണ്. അതും ഒരു 3 ചേരുവകൾ മാത്രം ചേർത്തിട്ടുള്ള സ്വീറ്റാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള സ്വീറ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാന് ഇതുപോലെ റെഡിയാക്കി വെക്കാം. അത് സെറ്റാക്കാനുള്ള പാന് റെഡിയാക്കി വെക്കാം. അതിൻ്റെ നെയ്യ് തടവിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പം തേങ്ങാ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറയും, അല്ലെങ്കിൽ തേങ്ങാ പീര എന്ന് പറയും. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. നാട്ടിലാണെങ്കിലും വേറെ കൺട്രീസിലാണെങ്കിലും ഒക്കെ ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യം നെയ്യ് തടവിയിട്ട് ആ പാനിലേക്ക് വേണം ഈ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാൻ കേട്ടോ. നന്നായിട്ട് സൈഡിലും അകത്തൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സെറ്റാക്കാനുള്ള പാത്രം റെഡിയായി. ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് അത് ഓഫ് ചെയ്യണം കേട്ടോ പാന്. എന്നിട്ട് വേണം അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം പാൻ ഇപ്പോൾ ഓഫാണ്, ചൂടാക്കിയിട്ടുള്ള പാനാണ്. ഇനി അതിലേക്ക് 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം കണ്ടൻസ്ഡ് മിൽക്ക് വേണം, എന്നാലേ അത് അത്യാവശ്യം മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുക്കുകയാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാനുണ്ട്, പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി 2 ടേബിൾ സ്പൂണും അതുപോലെ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കട്ടെ. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കൊക്കോയുടെ ഭയങ്കര കുത്തുന്ന ഫ്ലേവർ വരും. ചിലർക്ക് ഭയങ്കര ഇഷ്ടമാവും, പക്ഷേ ചിലർക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ അരിപ്പയിലൂടെ വേണം ചേർക്കാൻ. കൊക്കോ പൗഡർ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഈ കണ്ടൻസ്ഡ് മിൽക്കും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. നമ്മളിതിലേക്ക് ലാസ്റ്റാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്, ഫസ്റ്റ് തന്നെ നെയ്യ് ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൈഡിലൊക്കെ ഒട്ടി പിടിച്ചിരിക്കും, അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കൊക്കോ പൗഡർ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് കുക്കാവണം, എന്നാലേ നമ്മുടെ ആ ഒരു കൊക്കോയുടെ ഫ്ലേവർ ഒന്ന് പോയി കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ഒരു ടിന്നിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വല്ലാണ്ട് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പാൽ മതിയാകും.
എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ നെയ്യ്. അത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു മിക്സ്ചർ കണ്ടോ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന പരുവമായി വരണം നമ്മുടെ ഈ ഒരു മിക്സ്ചർ. എന്നാലത് സെറ്റ് ചെയ്താൽ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഉടനെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൂണ് നന്നായിട്ട് കഴുകുക, അല്ലെങ്കിൽ ഇതുപോലെ സ്പാറ്റർ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയൊരു നനവോട് കൂടിയിട്ട് വേണം ഇത് പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞാൻ വളരെ തിന്നായിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം കട്ടിയൊന്നും വേണ്ട, നല്ല തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. പിന്നെ അഥവാ ഇനി സ്പൂണിൽ ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നനച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പീര അല്ലെങ്കിൽ ഈ കോക്കനട്ട് പൗഡർ ചേർത്ത് കൊടുക്കുക. അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ, അടിഭാഗത്തും മുകൾ ഭാഗത്തൊക്കെ. അപ്പോൾ ഇതാ ഇതൊരു 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കണം. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ, കാരണം എനിക്ക് ലാസ്റ്റത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വല്ലാണ്ട് സെറ്റായിട്ടില്ല. അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മാറ്റി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്വീറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ആ ഒരു കൊക്കോ പൗഡറിൻ്റെയൊക്കെ ടേസ്റ്റിലാണ് വരുന്നത്. അതായത് കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സ്വീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കൊക്കോയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ പരുവെന്ന് പറയുമ്പം ഇത് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം മാത്രമേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ താഴെ സെറ്റായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ ഡിലേ ആവുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചാലും മതിയാകും, നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്വീറ്റ്സാണ് ഞാനിന്നിപ്പോൾ കാണിച്ചിട്ടുള്ളത്. 3 സ്വീറ്റ്സ് 3 ചേരുവകൾ വെച്ചിട്ടുള്ള 3 കിഡിലൻ സ്വീറ്റാണ്. വളരെ ഈസി ആയിട്ടും അടിപൊളി ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റാണ്. വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. 3 സ്വീറ്റ്സ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളിതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ, ഗസ്റ്റൊക്കെ വന്നിട്ടുള്ള ബാക്കി വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.